അമ്പലപ്പുഴയുടെ സാംസ്കാരിക ഭൂപടത്തിൽ എന്നും ചേർത്ത് വായിക്കാവുന്ന ഒരു പേരാണ് മുൻ MLA കൂടിയായിട്ടുള്ള H. സലാമിൻ്റെത്. മുൻകാലത്തെല്ലാം UDF അല്ലെങ്കിൽ BJP അവരുടെ എതിർക്കുന്ന ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞ് എല്ലാ ഇലക്ഷൻകാരും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം നമ്മളെ ഭരിക്കാൻ കൊള്ളില്ല എന്നാണ്. ഒരു ഗവൺമെന്റിനെ മോശമാക്കാനും നമ്മുടെ പൊതുവായ സിസ്റ്റത്തെ ദുർബലപ്പെടുത്താനും എങ്ങനെയാണ് പറ്റുക, അതിലെല്ലാം ആകെ തുകയായി എങ്ങനെ ഇടതുപക്ഷത്തെ ക്ഷീണിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോഴത്തെ ഇലക്ഷനിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സർക്കാർ വിരുദ്ധമായ മനോഭാവം നാട്ടിലില്ല. അത് വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ സ്പർശിക്കാൻ കഴിഞ്ഞു, അവരെ സംതൃപ്തിപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ ഭരണം പോയി എന്നുള്ളതാണ് ആ വ്യത്യാസം സംഭവിച്ചേക്കുന്ന കാര്യം. നമസ്കാരം. കനൽ യാത്ര എത്തി നിൽക്കുന്നത് അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴയുടെ സാംസ്കാരിക ഭൂപടത്തിൽ എന്നും ചേർത്ത് വായിക്കാവുന്ന ഒരു പേരാണ് മുൻ MLA കൂടിയായിട്ടുള്ള H. സലാമിൻ്റെത്. ഇവിടെ ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ ജില്ലാതലത്തിലുള്ള രാഷ്ട്രീയ സാന്നിധ്യമായിട്ടും അതുപോലെ തന്നെ തീരദേശ നിവാസികളുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട ഒരു MLA ആയിട്ടും ഒക്കെ പ്രവർത്തിച്ച കഴിഞ്ഞ 5 വർഷക്കാലം. അടുത്ത ഒരു ഇലക്ഷൻ സമാഗതമായിരിക്കുന്ന സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു തുടർ ഭരണം കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തീരദേശ നിവാസികളെന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. സഖാവ് H. സലാം എന്തൊക്കെയാണ് ഈ നമ്മുടെ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. സർ, ഈ 16ാം നിയമസഭാ ഇലക്ഷൻ സമാഗതമായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു തുടർ ഭരണത്തിലേക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? നിശ്ചയമായും കേരളത്തിലെ 10 വർഷക്കാലത്തെ LDF സർക്കാരിന്റെ പ്രവർത്തനം അത് കേരളത്തിന്റെ ഒരു സാമൂഹികമായ ജീവിതക്രമത്തിൽ വലിയ മാറ്റം സൃഷ്ടിച്ചൊരു ഗവൺമെന്റാണ്. ഒരു കാലത്തും ഇല്ലാത്ത പോലെ ഇപ്പോൾ നമ്മുടെ തന്നെ ഇടതുപക്ഷത്തിന്റെ തന്നെ മുൻകാല ഗവൺമെന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ 57ലെയും 67ലെയും ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ ബില്ല് പോലെയുള്ള അടിസ്ഥാനപരമായ സാമൂഹിക പരിവർത്തനത്തിന് നിദാനമാവുന്ന അത്തരം കാര്യങ്ങൾ ചെയ്ത ഗവൺമെന്റ് ഒഴിച്ചു നിർത്തിയാൽ പിന്നീടുള്ള കേരളത്തിന്റെ വളർച്ചയിൽ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെന്റാണ് ഈ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ നേതൃത്വം കൊടുത്ത LDF ഗവൺമെന്റ് എന്ന് കാണാൻ പറ്റും. തീർച്ചയായിട്ടും 10 വർഷക്കാലത്തെ വികസനത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്, മുൻകാലത്തെല്ലാം UDF അല്ലെങ്കിൽ BJP അവരുടെ എതിർക്കുന്ന ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞ് എല്ലാ ഇലക്ഷൻകാരും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം നമ്മളെ ഭരിക്കാൻ കൊള്ളില്ല എന്നാണ്. അങ്ങനെയാ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, കാലഹരണപ്പെട്ടവരാണ്, പാരമ്പര്യവാദികളാണ് എന്ന് വെച്ചാൽ കാലത്തിന് ചേരാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, ഈ ഭരണം ഒന്ന് ഏൽപ്പിച്ചാൽ നന്നായി ചെയ്യുന്നവരല്ല എന്നാണ് പറഞ്ഞു പോരുന്ന കാര്യം. ഇന്നിപ്പോ അങ്ങനെ ഒരു വാദഗതി UDFന് ഉന്നയിക്കാൻ പറ്റില്ല. ഇപ്പൊ പലതും പറയുന്ന കാര്യം, ഇപ്പൊ ചിലർ പ്രൊജക്ട് കൊണ്ടുവന്നപ്പോ ഒരു സ്പീഡ് റെയിൽ കൊണ്ടുവന്നാൽ അവർ പറയും എന്തിന് ഇത്ര സ്പീഡ് എന്ന് ചോദിക്കുകയാണ്. തിരിച്ചാണ് ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം മാറി വന്നത് കാലത്തിന് അനുയോജ്യമായി ഭാവി തലമുറയ്ക്ക് ഗുണകരമായി ഒരു നാടിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ അതാണ് പ്രധാനം. ഭാവി വികസനത്തിന് ഏറ്റവും മുഖ്യമായ ഏതാണ്ട് എല്ലാ കാര്യവും ചെയ്യുന്ന ഗവൺമെന്റ് ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് മാറി. അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാരിന്റെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ 10 വർഷക്കാലം ഇവിടെ വലിയ വികസനം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് MLA ആയിട്ട് വന്ന ഒരാളാണ്. പക്ഷെ ഗവൺമെന്റ് കൂടെ ചേർന്ന് നിന്ന് 2000 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ അമ്പലപ്പുഴയിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ആദ്യമായിട്ട് MLA ആയ ഒരാളാണ് ഞാൻ. പക്ഷെ ഗവൺമെന്റ് LDFന്റെ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ആ നിലയിൽ ഇത് ചെയ്യാൻ കഴിഞ്ഞത്. എല്ലാം സമസ്ത മേഖലകളിലും, അത് റോഡ് വികസനമുണ്ട്, പാലങ്ങളുടെ നിർമ്മാണമുണ്ട്, കാർഷിക മേഖലയിലെ പ്രൊജക്റ്റുകളുണ്ട്, തീരദേശ സംരക്ഷണമുണ്ട്, ആരോഗ്യ മേഖലയിലെ പദ്ധതിയുണ്ട്, കുടിവെള്ള പദ്ധതിയുണ്ട്, സ്കൂളുകൾ, വിദ്യാലയങ്ങളുണ്ട്, അങ്ങനെ അംഗനവാടിയുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരു സാമൂഹ്യ ജീവിതക്രമത്തിൽ മനുഷ്യർക്ക് ആവശ്യമായത് എന്തെല്ലാം വേണ്ടതുണ്ടോ അതെല്ലാം ചെയ്യുന്ന ഗവൺമെന്റ് ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് മാറി. അതെല്ലാം ചെയ്യുന്ന മണ്ഡലമായി അമ്പലപ്പുഴയെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അമ്പലപ്പുഴയിലെ LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം. തീർച്ചയായിട്ടും നമ്മുടെ കഴിഞ്ഞ 10 വർഷങ്ങൾ ഭരണത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പല വികസന വിഷയങ്ങളും ഒരുപക്ഷെ എതിർപക്ഷത്ത് നിൽക്കുന്ന മാധ്യമങ്ങൾ അതൊന്നും കണ്ടതേ നടിച്ചിട്ടുണ്ടാകില്ല. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലുണ്ട്, നവമാധ്യമത്തിന്റെ എല്ലാ വിധത്തിലുമുള്ള സാങ്കേതികത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ചാനൽ ഇടതുപക്ഷ ചിന്താഗതികൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് എത്തുകയാണ് കനൽ. എന്താണ് കനലിനെ കുറിച്ച് അങ്ങനെ? കനല് അടുത്ത സമയത്താണ് ആരംഭിച്ചതെങ്കിലും വളരെ ശ്രദ്ധേയമായ ധാരാളം എന്താ പറയുക പ്രോഗ്രാമുകൾ നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്. അത് ഒരു ശരിയായ നിലയിലേക്ക് ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയുള്ളൊരു വലിയ സംരംഭമായിട്ട് തന്നെയാണ് കനലിനെ കാണാൻ പറ്റുക. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു മാധ്യമ പ്രവർത്തനം അത് പണ്ടെല്ലാം പേഡ് ന്യൂസ് എന്നൊക്കെ പറയും, ഇപ്പോൾ പാടെ ഒരു
ഉള്ള സംഭവങ്ങളെ വാർത്തയായി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്ന പണിയല്ലേ ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെയും ഇടതുപക്ഷത്തെയും ക്ഷീണിപ്പിക്കാൻ പറ്റുന്ന വാർത്തകൾ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാത്ത സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, എന്നിട്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നു എന്ന് കാണാൻ പറ്റും. ഇപ്പൊ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ഒരു കത്രികയുമായി ബന്ധപ്പെട്ട് വിവാദം വന്നത്. ഇപ്പോഴല്ലേ വീണ ജോർജ് മന്ത്രിയായ മുമ്പുണ്ടായ സംഭവമാണ്. ഒരു ഓപ്പറേഷൻ ടേബിൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടും ആ ടീമിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് അതിനകത്ത് കാര്യം. ഭരണത്തിൽ ഡയറക്റ്റ് ആയിട്ട് കാര്യമൊന്നും ഉണ്ടാവുന്നില്ല. അത് എത്രയോ വലിയ വാർത്തയായിട്ട് പോകുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തൊരു സ്വകാര്യ ആശുപത്രിയിൽ 2 വയസ്സുള്ളൊരു കുഞ്ഞു മരണപ്പെട്ടു, ഇഞ്ചക്ഷൻ മാറി ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ 2 വയസ്സുള്ള കുഞ്ഞു മരണപ്പെട്ട കാര്യം ഒരു ചാനലിലും ഒരു ദിവസം പോലും ചർച്ച നടത്തിയില്ല. മറ്റേ സംഭവം ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ചർച്ച നടത്തി. എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിനെ മോശമാക്കാനും നമ്മുടെ പൊതുവായ സിസ്റ്റത്തെ ദുർബലപ്പെടുത്താനും എങ്ങനെയാണ് പറ്റുക, അതിനെല്ലാം ആകെ തുകയായി എങ്ങനെ ഇടതുപക്ഷത്തെ ക്ഷീണിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു ഘട്ടത്തിൽ കോടതി പോലും പറഞ്ഞു, ഈ ദൃശ്യമാധ്യമങ്ങളെ കുറിച്ച് ഉൾപ്പെടെ പറഞ്ഞു, യാതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തവരാണ് ഇവർ എന്ന് കോടതി പോലും ഒരു പരസ്യമായ ഒരു പരാമർശം നടത്തുന്ന സാഹചര്യം വന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കനൽ പോലെയുള്ള ഇത്തരം സംവിധാനങ്ങൾ ശരിയായ നിലയിൽ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സുപ്രധാനമായ സംരംഭമായിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സമഗ്ര വികസനങ്ങൾ ഒരുപക്ഷെ 5 വർഷം കൊണ്ട് പൂർത്തിയാകാത്ത ഒത്തിരി കാര്യങ്ങൾ അങ്ങ് ചെയ്തിട്ടുണ്ടാകും, അതിന്റെ തുടക്കം വഹിച്ചിട്ടുണ്ടാകും. എന്തൊക്കെയാണ് ഇനിയൊരു ഇലക്ഷനിൽ നമ്മൾ വിജയിച്ച് മുന്നോട്ട് വരുമ്പോൾ തുടരേണ്ടത്, എന്തൊക്കെയാണ് പൂർത്തിയാക്കേണ്ടതുണ്ടോ? ഒന്ന്, അമ്പലപ്പുഴയിലെ കാർഷിക മേഖലയും അതുപോലെ തീരദേശ മേഖല രണ്ടും സമ്മിശ്രമായിട്ടുണ്ട്. കൂലിപ്പണിക്കാർ ധാരാളം പേർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആരോഗ്യ മേഖല, അത് അലോപ്പതി ഉണ്ട്, ആയുർവേദ ആശുപത്രികൾ ഇപ്പോൾ ബിൽഡ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കരിമാടി ആയുർവേദ ആശുപത്രി, ജില്ലാ ആയുർവേദ ഹോസ്പിറ്റല്, അതെല്ലാം നിർമ്മാണ ഘട്ടത്തിലാണ്. അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജിന് പുതുതായിട്ട് 20 കോടി രൂപ സ്കീം അനുവദിച്ചു. ഇപ്പോൾ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ തീരദേശ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് 49 പുലിമുട്ടുകൾ, അതിൽ 30 പൂർത്തീകരിച്ചു, ബാക്കി 19 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ EMS സ്റ്റേഡിയം, അതിന്റെ ഫേസ് 1 പൂർത്തീകരിച്ചു. ഇപ്പോൾ സിന്തറ്റിക് ട്രാക്കുള്ള സെക്കൻഡ് ഫേസ് ഇപ്പോൾ ടെൻഡർ നടപടിയിലേക്ക് പോയിട്ടുണ്ട്, അത് പൂർത്തീകരിക്കപ്പെടണം. പഞ്ചായത്ത് കളിക്കളം ഒരെണ്ണം അമ്പലപ്പുഴ സ്കൂളിൽ പൂർത്തിയാക്കി, രണ്ടാമത്തെ അറവാട് സ്കൂളിൽ ഇപ്പോൾ പൈസ അനുവദിച്ചു, ഇപ്പോൾ നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അവിടെ ഒരു പുതിയ അമ്യൂണിറ്റി സെന്ററിന് 5 കോടി അനുവദിച്ചു, നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞു. അവിടെ തന്നെ സ്റ്റേജും ഓഡിറ്റോറിയവും അതിന് പൈസ ബഡ്ജറ്റിൽ അനുവദിച്ചു, അതിന് നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു പദ്ധതിയാണ്. ഇങ്ങനെ കാർഷിക മേഖലയിൽ ബണ്ട് സംരക്ഷണം KLDC മുഖാന്തരം നിരവധി പാടശേഖരങ്ങൾക്ക് കോടികൾ ചെലവഴിച്ചുള്ള നിർമ്മാണ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ചിലത് പൂർത്തീകരിച്ചു, ബാക്കി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് പൂർത്തിയാക്കണം. ഇങ്ങനെ എല്ലാ സ്കൂളുകൾ 24 സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചു, അതിന് പൈസ അനുവദിച്ചു. ആ 24 സ്കൂൾ കെട്ടിടങ്ങളിൽ ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു 5 സ്കൂൾ കെട്ടിടങ്ങൾ കൂടി ഇനി പൂർത്തിയാക്കാനുണ്ട്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയും. അതിന് പൈസ അനുവദിച്ച് മുന്നോട്ട് പോകണം. ഇങ്ങനെ പലതരത്തിൽ. പിന്നെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ 117 കോടിയുടെ വലിയ OP ബ്ലോക്ക് നിർമ്മിച്ചു, അതിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അവിടെ തന്നെ പുതിയ കാത്ത് ലാബ് അനുവദിക്കാൻ നമുക്കിപ്പോൾ പണം അനുവദിച്ചു, അതിപ്പോൾ എക്യുപ്മെന്റ്സ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഒരു 3 മാസത്തിനുള്ളിൽ ആ കാത്ത് ലാബ് ആരംഭിക്കാൻ കഴിയും. അവിടെ തന്നെ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് 7 കോടിയുടെ പുതിയ ഒരു കെട്ടിടം നിർമ്മിക്കാൻ അതിന് പൈസ അനുവദിച്ചു, അതിന്റെ നിർമ്മാണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. റോഡുകൾ ഏതാണ്ട് 135 റോഡുകൾ ഗവൺമെന്റ് നേരിട്ട് MLA നിലയ്ക്ക് ഞാൻ നേരിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ 14 റോഡുകളുടെ എഗ്രിമെന്റ് വെച്ച് നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം ഇനി കുറച്ച് പൂർത്തിയാക്കാനുണ്ട്. ഇങ്ങനെയാണ് കഴിഞ്ഞ ഗവൺമെന്റ് ആരംഭിച്ചത് ഏതാണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു, പുതിയത് ധാരാളം പുതുതായിട്ട് ആവിഷ്കരിക്കാൻ കഴിഞ്ഞു. അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായത്. തീർച്ചയായിട്ടും അങ്ങയുടെ ജീവിതത്തിലെ 3.5 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പൊതുജീവിതം, ഇനി വരാൻ പോകുന്ന 5 വർഷക്കാലം എന്ന് പറയുന്നത് അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു മാറ്റത്തിലുള്ളൊരു ചുവടുവെപ്പാണ്. കാരണം കഴിഞ്ഞ 2 ടേണുകളായിട്ടുള്ള തുടർ ഭരണത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളൊരു വലിയ ഒരു സംഭാവനയുണ്ട് ഇടതുപക്ഷത്തിന്റെ. അത് കേരള ജനത ഏറ്റെടുത്തതിന്റെ ഒരു ചിത്രമാണ് കനലിലൂടെ. ഇന്ന് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലൂടെയും 2 വാഹനങ്ങളിലായിട്ട് കനൽ സഞ്ചരിച്ചിട്ട് തിരികെ എത്തുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും ആ ജനങ്ങളുടെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു നന്ദി പ്രകാശം. ഞങ്ങൾക്കൊരു നന്ദി പറയണം
എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചാൽ ഈ 35 വർഷം അങ്ങ് ചെയ്തതിന്റെ ഇരട്ടി ഇനി ഒരു 5 വർഷം, അടുത്ത 5 വർഷത്തെ ആ നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിലേക്ക് വീണ്ടും നമ്മളുടെ അമ്പലപ്പുഴ നിവാസികൾ ഒരു അവസരം നൽകുമ്പോൾ അങ്ങേക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അവർക്ക് സംഭാവന ചെയ്യേണ്ടത് എന്താണ്? അതില് ഈ പറഞ്ഞ ഈ ഇതുവരെയുള്ള അനുഭവം നമ്മൾ നോക്കുമ്പോൾ ഒരു സാഹചര്യം എന്ന് പറഞ്ഞപ്പോ സാധാരണ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റിനോട് ഒരു എതിർപ്പ് ചിലപ്പോൾ കാണും. എല്ലായ്പ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം അങ്ങനെ. ഇന്ന് ഇപ്പോഴത്തെ ഇലക്ഷനിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സർക്കാർ വിരുദ്ധമായ മനോഭാവം നാട്ടിലില്ല. അത് വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ സ്പർശിക്കാൻ കഴിഞ്ഞു, അവരെ സംതൃപ്തിപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ ഭരണം പോയി എന്നുള്ളതുകൊണ്ടാണ് ആ വ്യത്യാസം സംഭവിച്ചേക്കുന്ന കാര്യം. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു നാട്ടിലെ വളരെ സാധാരണമായ ജനങ്ങൾ, ആ ജനവിഭാഗത്തിലൊന്നും ഇപ്പോൾ പീലിംഗ് തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ഞാൻ നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉന്നയിച്ചു. പീലിംഗ്, അവരുടെ കൂലി, അവരുടെ ജോലി ചെയ്യുന്ന സാഹചര്യം, അതിന്റെ ബുദ്ധിമുട്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ, അതെല്ലാം അവതരിപ്പിച്ചപ്പോൾ തൊഴിൽ വകുപ്പ് മന്ത്രി വളരെ പോസിറ്റീവായി കാണുകയും അദ്ദേഹം ഒരു ഉയർന്ന കമ്മിറ്റിയെ ഫോം ചെയ്തു ഇവരുടെ ഈ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റ് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിലെ ലേബർ കമ്മീഷണർ, ESI ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ചേർത്തുള്ള കമ്മീഷനാണ്. അപ്പൊ അതിന്റെ ഒരു പ്രവർത്തന ഭാവിയിൽ വരികയും ഈ അമ്പലപ്പുഴ തീരത്ത് ധാരാളം ഈ പറഞ്ഞ പോലെ പീലിംഗ് തൊഴിലാളികളുണ്ട്. അപ്പൊ ആ പീലിംഗ് തൊഴിലാളികളുടെ അവരുടെ തൊഴിൽ സാഹചര്യവും അവരുടെ കൂലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടിയുള്ളൊരു കാര്യം പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് വിശേഷ തീരദേശം നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ പുനർഗ്രഹം വഴി വീട് കൊടുത്ത മണ്ഡലമാണ് അമ്പലപ്പുഴ. 1042 പേർക്ക് അനുവദിച്ചു. അതിലെ 404 പേർ വീട് നിർമ്മാണം പൂർത്തീകരിച്ചു. 220 വരെ ഇപ്പോൾ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി എഗ്രിമെന്റ് വെക്കാനുണ്ട്. അപ്പോൾ അത്രയും ദൈർഘ്യമേറിയ തീരം നമുക്കിവിടെ ഉണ്ട്. അപ്പൊ തീരദേശത്തെ സാധാരണ തൊഴിലാളി കുടുംബങ്ങൾ, അപ്പൊ ആ കുടുംബങ്ങളുടെ വിദ്യാഭ്യാസപരമായ ഒരു പ്രൊജക്ട് കൂടി നമുക്ക് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് പൊൻതിളക്കം എന്നൊരു നിലയിലൊരു പദ്ധതിയുണ്ട്. എല്ലാ നിലയ്ക്കും പൊതുവായ വിദ്യാഭ്യാസ സംവിധാനത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു പൊതുപ്രവർത്തനമാണ് പൊതുവെ നടന്നത്. ഇത് ഈ മേഖല കേന്ദ്രീകരിച്ച് പ്രത്യേകമായൊരു സ്കീം ആവിഷ്കരിച്ച് മുന്നോട്ട് പോകണം എന്നൊരു താല്പര്യം കൂടി നമുക്കുണ്ട്. സർക്കാരിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഈ ഉന്നത വിദ്യാഭ്യാസ സഹായ സ്കീമിന്റെ ഭാഗമായി 104 ഡോക്ടർമാർ ഇപ്പോൾ കേരളത്തിലുണ്ട്. ആ 104 പേരിൽ 11 കുട്ടികൾ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ കുട്ടികളാണ്. ഡോക്ടർമാരായ സാധാരണ തൊഴിലാളി കുടുംബമാണ്. അച്ഛനും അമ്മയിലെ അതിൽ കുഞ്ഞുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ സർക്കാർ ആവിഷ്കരിക്കപ്പെട്ട അത്തരം സ്കീമുകൾ ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാൻ പറ്റുന്നു, അവർ ഗുണകരമായി മാറ്റാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിനെ ചൂട് പിടിച്ചുകൊണ്ട് തന്നെ മറ്റു തരത്തിൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷനിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലേക്കുള്ള കാര്യം ആലോചിക്കണം. വിജ്ഞാന അമ്പലപ്പുഴ എന്ന ഒരു സ്കീം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തൊഴിൽ കൊടുക്കാനും സ്കിൽ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു സ്കീം ഞങ്ങളിപ്പോൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഭാവിയിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ആലപ്പുഴ ടൗണിന്റെ ബീച്ച് പകുതി അമ്പലപ്പുഴയും പകുതി ആലപ്പുഴയാണ്. അവിടെ വലിയ പ്രോജക്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഡയറക്റ്റ് ആയിട്ടും അതുപോലെ മുസ്ലിം സ്കീമിന്റെ ഭാഗമായിട്ടും അമ്പലപ്പുഴ ആലപ്പുഴ മണ്ഡലം ചേരുന്ന ഭാഗത്ത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെക്കോട്ട് വരുമ്പോഴും നമുക്ക് അറപ്പപ്പുഴി ബീച്ച്, അറപ്പപ്പുഴ പാലം, അതിനോട് ചേർന്നുള്ള കാറ്റാടി ബീച്ച് അവിടെയുണ്ട്. അങ്ങേയറ്റം തോട്ടപ്പള്ളി ബീച്ചുണ്ട്. ഇപ്പോ തോട്ടപ്പള്ളി അതും അറപ്പപ്പുഴി ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്കീം ബഡ്ജറ്റിൽ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കീമിലേക്ക് ഇനി പോകണം. അത് തോട്ടപ്പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കടലും കായലും സംയോജിക്കുന്ന കേരളത്തിലെ അപൂർവം പ്രദേശത്ത് ഒരു സ്ഥലമാണ്. രണ്ടും കൂടി യോജിക്കുന്ന ഒരു സ്ഥലമാണ്. ഉദയവും അസ്തമയവും ഒരുപോലെ കാണാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയും ഒരു പ്രോജക്റ്റ് നമുക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ പുന്നപ്രയിലെ അറപ്പപ്പുഴി ഉൾപ്പെടെയുള്ള സ്ഥലം, പിന്നെ വാടപ്പുഴി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ വാടപ്പുഴി, അറപ്പപ്പുഴി, തോട്ടപ്പള്ളി, ഇങ്ങനെ എല്ലാമുള്ള സ്ഥലങ്ങൾ നമുക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ട് നന്നായി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രദേശങ്ങളാണ്. അത് ഭൂപരമായി തന്നെ അത്രയും പ്രാധാന്യം നമുക്ക് റിസോഴ്സസുകളുണ്ട്. ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയ മാറ്റം അടുത്ത വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഒരു വലിയ ചുവപ്പിന്റെ അടയാളം രേഖപ്പെടുത്തിക്കൊണ്ട് കേരള ജനത, ഇവിടെ നമുക്ക് കേരളം മുഴുവനും ഒരു ചുവപ്പ് കടലായി മാറുമ്പോൾ അമ്പലപ്പുഴയിലും അത് സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.